നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF കളമശ്ശേരി നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ കളമശ്ശേരിയിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിഷു ആഘോഷത്തിന് നിറപ്പകിട്ടേക്കാൻ ചെറായി പറവൂർ മേഖലയിൽ പടക്ക വിപണി സജീവമായി. ഫാക്ടറി വിലയ്ക്കാണ് ഇവിടെ പടക്കങ്ങളുടെ വിൽപ്പന. വികസന പദ്ധതികളിൽ കേരളത്തിനോട് കേന്ദ്രത്തിന് അവഗണനയെന്ന നുണപ്രചരണം നടത്തുകയാണ് ഇടതു വലതു മുന്നണികളെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF കളമശ്ശേരി നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ കളമശ്ശേരിയിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ വിജയത്തിനായി വനിതാ കൺവെൻഷൻ നടന്നു. കളമശ്ശേരി K കരുണാകരൻ ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷനിൽ നൂറുകണക്കിന് വനിതാ പ്രവർത്തകർ പങ്കെടുത്തു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം തന്ന ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് എങ്ങനെ ഇല്ലാതാക്കുമെന്ന് നോക്കുന്നു എന്ന് ഗവേഷണം നടത്തുന്ന ഒരു മന്ത്രിമാരുടെ കൂട്ടമായി, മന്ത്രിസഭയായി, ഒരു നേതൃത്വമായി BJPയുടെ നേതൃത്വം മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ കഴിയുന്നില്ല. ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എംപിമാരെ പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? എംപിമാർക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് ശബ്ദിക്കാൻ കഴിയില്ല, എതിരായിട്ടൊരു വാക്ക് പറയാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന നയങ്ങൾക്കെതിരായി പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എന്താണെന്ന് കേൾക്കാൻ അവരുടെ അവകാശം എന്താണ്? അവരുടെ അവകാശം, പ്രതിപക്ഷത്തിൻ്റെ അവകാശം ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ വരുന്നത്, ഇതുപോലെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വിടുന്നതാണ്. അവരുടെ പ്രതിനിധികളായിട്ടാണ് വരുന്നത്. അത്തരത്തിൽ വരുന്ന പ്രതിനിധികൾക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റിൽ ശബ്ദിക്കാൻ അവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലുള്ളത്. 116 MPമാരെ പുറത്തു നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ ലോസ് പാസ്സാക്കിയ ഒരു ഗവൺമെൻറ്റാണ് BJPയുടെ ഗവൺമെൻറ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമായി കേട്ടിരുന്നിട്ട് പോകും. എത്ര വലിയ ഭീകരതയാണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന്. നാളെ നമ്മളെയൊക്കെ ബാധിക്കുന്ന, നമ്മളെയൊക്കെ തൊടുന്ന നിയമങ്ങൾ വരികയാണ്. ഇപ്പോഴും വന്നിട്ടില്ലേ? CA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇപ്പോഴും ഏകപക്ഷീയമായി പാസ്സാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഓരോ പ്രവർത്തകർക്കുമുണ്ട്. മഹിളാ കോൺഗ്രസ് കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് കരിമാലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജിജി സൈമൺ സ്വാഗതം പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി, KPCC ഭാരവാഹികളായ അബ്ദുൾ മുത്തലിബ്, ജമാൽ മണക്കാടൻ, കൺവീനർ അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂർ, UDF ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ, ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട്, DCC ജനറൽ സെക്രട്ടറിമാരായ ലിസി ജോർജ്, ജോസഫ് ആന്റണി, സിൻഡോ ജേക്കബ്, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ, കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വീട്ടിലുള്ള പണികളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഈ സാഹചര്യത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയാം. നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയല്ല ഈ കൺവെൻഷൻ നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉൾക്കാല പ്രാസംഗികർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി നമ്മുടെ നാട്ടിലെ കുടുംബ യോഗങ്ങളിലും അതുപോലെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലും നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മുടെ സഹോദരങ്ങളോട്, അയൽവാസികളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി IBയുടെ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയം കുറിക്കുന്നതിന് വേണ്ടി ഉള്ള നന്ദി കുറിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷു ആഘോഷത്തിന് നിറപ്പകിട്ടേക്കാൻ ചെറായി പറവൂർ മേഖലയിൽ പടക്ക വിപണി സജീവമായി. ഫാക്ടറി വിലയ്ക്കാണ് ഇവിടെ പടക്കങ്ങളുടെ വിൽപ്പന. വിഷു ആഘോഷത്തിന് നിറപ്പകിട്ടേക്കാൻ പറവൂർ ചെറായി മേഖലയിൽ ഇക്കുറിയും പടക്ക വിപണി സജീവമായിരിക്കുകയാണ്.
വിലക്കുറവിൽ ഗുണമേന്മയുള്ള പടക്കങ്ങൾ വാങ്ങാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മേടിക്കാറുണ്ട്, സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട്. തവണ എല്ലാ കൊല്ലം ഒരുപോലൊക്കെ തന്നെ. ഇല്ല, ഞങ്ങൾ ചെറുപ്പം പോലെ മേടിക്കും, പൊട്ടിക്കാറൊക്കെ ഉണ്ട്. പടക്കം പൊട്ടിക്കാൻ വേണ്ടിയാണ് ആണുങ്ങളറിയാനൊക്കെ പൊട്ടിക്കും. ഇന്നിപ്പോ ചിത്രശലഭം അത് മേടിക്കാറില്ലാത്തൊരു സാധനമാണ്. ചിത്രശലഭങ്ങൾ പറന്നു വരുന്നതാണ് പറഞ്ഞേക്കണേ. നാളെ പൊട്ടിക്കുമ്പോൾ അറിയാം പറന്നു വരാണോ. ഫാക്ടറിയിൽ നിന്നും ഫാക്ടറി വിലയ്ക്ക് എന്നതാണ് പടക്ക വ്യാപാരികളുടെ മുദ്രാവാക്യം. വ്യാപാരികൾ തമ്മിലുള്ള മത്സര വിൽപ്പനയും ഉൽപ്പന്ന വൈവിധ്യവുമാണ് ഈ മേഖല വിലക്കുറവിന്റെ പടക്ക വിപണിയാക്കി മാറ്റിയതെന്ന് നടത്തിപ്പുകാർ പറയുന്നു. പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ ചക്രം, കമ്പിത്തിരി, മത്താപ്പ്, മേശപ്പൂ കൂടാതെ ചൈനീസ് ഫാൻസി ഇനങ്ങളും ഡ്രോൺ, ഹെലികോപ്റ്റർ, ബട്ടർഫ്ലൈ, റിവോൾവിംഗ് കമ്പിത്തിരി തുടങ്ങി ഒട്ടേറെ പുതിയ ഇനങ്ങളും ഇക്കുറി വിപണിയിലെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോഴും കമ്പിത്തിരി, മേശപ്പൂ, ചക്രം തന്നെയാണ്. അതൊരു മെയിൻ ഐറ്റം തന്നെയായിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുറേ ഫാൻസി വെറൈറ്റികളൊക്കെ ഉണ്ട്. ചിത്രശലഭം, പിന്നെ ഹെലികോപ്റ്റർ, പിന്നെ മയിൽ, ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. പിന്നെ ഒരു മേശപ്പൂവിൽ തന്നെ 4 കളറുകൾ വരുന്നതുണ്ട്. പിന്നെ ഫുൾ റെഡ് കളർ വരുന്നതുണ്ട്. പിന്നെ ചക്രം കത്തിക്കുമ്പോൾ തന്നെ മേശപ്പൂ അതിൻ്റെ മുകളിൽ കൂടെ കടന്നു വരുന്നതുണ്ട്. അങ്ങനെ പല വിവിധ വെറൈറ്റികളുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് ഇപ്പോൾ ഈ മയിലാണ്. മയിലിൻ്റെ ഒരു സൈഡ് കത്തിച്ചാൽ 4 സൈഡിലായിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ സ്റ്റോക്ക് തീർന്നു പോയി. ചൂട് ഭയങ്കര ചൂടാണ്. ഒരു നിവൃത്തിയില്ല, ആൾക്കാർക്ക് വരാനും പോകാനും ഭയങ്കര ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കച്ചവടമൊന്നും കുഴപ്പമൊന്നുമില്ല ഇതേവരെ. വികസന പദ്ധതികളിൽ കേരളത്തിനോട് കേന്ദ്രത്തിന് അവഗണനയെന്ന നുണപ്രചരണം നടത്തുകയാണ് ഇടതു വലതു മുന്നണികളെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. വികസന പദ്ധതികളിൽ കേരളത്തോട് കേന്ദ്രത്തിന് അവഗണനയെന്ന നുണപ്രചരണം നടത്തുകയാണ് ഇടതു വലതു മുന്നണികളെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. കണക്കുകൾ പരിശോധിച്ചാൽ കേന്ദ്രം കേരളത്തിന് അനുവദിച്ച സഹായധനങ്ങളും പദ്ധതികളും വ്യക്തമാകും. ദേശീയപാത വികസനം, വാട്ടർ മെട്രോ, വന്ദേ ഭാരത്, റെയിൽവേ വികസനം എന്നിവയിൽ സംസ്ഥാനത്തിന് മികച്ച പരിഗണന നൽകിയതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത് പോലുള്ള നിരവധി പദ്ധതികളുമുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള സംസ്ഥാനമായിട്ടും കേരള സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകി വന്ന ബജറ്റ് വിഹിതം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 236% ധനസഹായം 400% വർദ്ധിച്ചുവെന്ന് മീനാക്ഷി ലേഖി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Now, from funding and financing to supporting various projects is what the central government has done, and I have complete data with me, right from the state's data and also the district level data that I have. So many new projects have come up in Kochi. So many new things have happened. All the developmental effort of the public systems that you're seeing, whether it's water metro, it's the National Highway Green projects, it's availability of drinking water, health cards, working on the health mission, One Nation, One Card, farmers, Kisan Mandan Samman Yojana, to Pradhan Mantri Awas Yojana. All these things have happened because Centre cared about the people of Kerala and the state of Kerala. The people of Kerala are most educated in the country, most skilled, most educated. Most number of people from the state of Kerala travel outside India and are working outside the state. And all these people are sending the highest amount of remittances to the state of Kerala. Highest amount of gold is purchased in the state of Kerala. When these are the parameters, then how can state of Kerala be a poor state? The fact is, state of Kerala is one of the richest states. But it's the misgovernance of funds which is going on in the state, and to hide its own misgovernance, to hide its own track record of corruption and nepotism, drug abuse, law and order situation, the state government is using this opportunity to target the central government. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്ത് ജനശത്രു തെരുവ് നാടകം. AIDYO വോളണ്ടിയേഴ്സാണ് തെരുവ് നാടകവുമായി രംഗത്തെത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപിൽ
ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്ന ജനശത്രു എന്ന തെരുവ് നാടകം AIDYO വോളണ്ടിയേഴ്സ് പ്രവർത്തകർ പറവൂർ ആലിൻചൂട്ടിൽ അവതരിപ്പിച്ചു. രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മ, പാചകവാതകത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഭീമമായ വിലക്കയറ്റം, GST നികുതിക്കൊള്ള, പണിയെടുക്കുന്നവന്റെ കൂലി കുറയുമ്പോൾ സമ്പന്നന്മാരുടെ ലാഭം കുന്നുകൂടുന്നത്, ഇലക്ട്രൽ ബോണ്ടിന്റെ രാഷ്ട്രീയം, പൊതുസമ്പത്ത് വിറ്റുതുലയ്ക്കൽ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം, വർഗീയത, തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന കപട വാഗ്ദാനങ്ങൾ, ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നിലപാട് തുടങ്ങി നിരവധി സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന തെരുവു നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. AIDYO സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കലാജാഥയുടെ ഭാഗമായിട്ടാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. എറണാകുളം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ബ്രഹ്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് കലാജാഥ എത്തിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും AIDYO സംസ്ഥാന കമ്മിറ്റി അംഗവുമായ നന്ദഗോപാൽ വെള്ളത്താടിയുടെ നേതൃത്വത്തിലാണ് തെരുവു നാടക അവതരണം നടന്നത്. തമ്മിലടുപ്പിച്ച തമ്പുരാനാണ് വോട്ടിന് വേണ്ടി കുറച്ചതല്ല, ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറച്ചതിൻ്റെ 10 മടങ്ങ് കൂട്ടുമെന്ന്. കഴിഞ്ഞ 3.5 വർഷമായി സബ്സിഡി ഇല്ല. അല്ലേലും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ലല്ലോ. പ്രമോദേ, നിന്റെ നേതാവ് പണ്ടൊരിക്കൽ പറഞ്ഞതേ, വോട്ട് ചെയ്യാൻ പോണേന് മുന്നേ ഗ്യാസ് കുറ്റി ഒന്ന് വണങ്ങണമെന്നാ. ചേന്ദമംഗലം വിഷുമാറ്റ ചന്തയിൽ തിരക്കേറി. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്താണ് മുസരീസ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തി മാറ്റച്ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. ചേന്ദമംഗലം വിഷുമാറ്റ ചന്തയിൽ തിരക്കേറി. വെള്ളിയാഴ്ചയിലെ വലിയ മാറ്റച്ചന്തയിൽ അർദ്ധരാത്രി കഴിഞ്ഞും തിരക്കുണ്ടാകും. ശനിയാഴ്ചയാണ് ചെറിയ മാറ്റം. കൈമാറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാലിയ തച്ചന്മാരാണ് മാറ്റച്ചന്ത ആരംഭിച്ചത്. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് മുസരീസ് ഫെസ്റ്റിവലിൽപ്പെടുത്തിയാണ് മാറ്റച്ചന്ത നടത്തിവരുന്നത്. മൺപാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, കുട്ട, മുറം, ചവിട്ടികൾ, ചേന്ദമംഗലം കൈത്തറി വസ്ത്രങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ, ഉണക്കമീനുകൾ മുതൽ മകുടിയും കണിക്കൊന്ന പൂക്കൾ വരെ എല്ലാം മേളയിൽ സുലഭമായി ഉണ്ട്. ഇതിനായി 250ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മേള കൂടുതൽ സജീവമാകും. വിദേശികൾ ഉൾപ്പെടെ മേള കാണാനെത്തും. കൈമാറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാലിയ തച്ചന്മാരാണ് മാറ്റച്ചന്ത ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF കളമശ്ശേരി നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ കളമശ്ശേരിയിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിഷു ആഘോഷത്തിന് നിറപ്പകിട്ടേക്കാൻ ചെറായി പറവൂർ മേഖലയിൽ പടക്ക വിപണി സജീവമായി. ഫാക്ടറി വിലയ്ക്കാണ് ഇവിടെ പടക്കങ്ങളുടെ വിൽപ്പന. വികസന പദ്ധതികളിൽ കേരളത്തിനോട് കേന്ദ്രത്തിന് അവഗണനയെന്ന നുണപ്രചരണം നടത്തുകയാണ് ഇടതുവലതു മുന്നണികളെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.